പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും ഉണർവോടെ ഉത്സാഹത്തോടെ ഈ ഉഷസ്സിനെ വരവേൽക്കുകയാണ് നമ്മൾ. എന്താണ് ഉണർവ്, ഉത്സാഹം എന്നൊക്കെ പറയണത്? ഈ ഉത്സാഹം എന്നൊക്കെ പറയണത് ഒരു ക്രിസ്ത്യൻ ടേമാണ്. എൻ്റെ ഇംഗ്ലീഷ് എന്തൂസിയാസം എന്നാണ്. എന്തൂസിയാസത്തിന് പിരിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് എന്തൂസിയാസം, തെയോസ്. അതിൻ്റെ അകത്ത് എന്നത് വെച്ചാൽ ഇൻ, തെയോസ് മീൻസ് ഗോഡ്. ഇപ്പം ദൈവം ഒരാളുടെ ഉള്ളിൽ കയറുമ്പോഴാണ് അവന് പ്രസരിപ്പുണ്ടാകുന്നത്, ദൈവത്തിൽ നിന്നാണ്. അല്ലാതെ സ്മോൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൂസിയാസം അല്ല. എല്ലാ വാക്കിനും ഒരു ആധ്യാത്മികമായ ദൈവചരിത്രമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൂസിയാസം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഉഷസ്സിൻ്റെ ഉണർവുണ്ടാകട്ടെ, ഉത്സാഹം ഉണ്ടാകട്ടെ. ഓക്കെ, നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് വാസുദേവി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇവിടെ നിയോഗം പറയണം, നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവ് ഇന്നത്തെ നിയോഗത്തിൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് ഉറപ്പാവും, ദൈവത്തിന് ഉറപ്പാവും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ജീവിത ആവശ്യത്തിന് വേണ്ടി, ഇതാണ് അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. ഈ പ്രയറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സഞ്ചാരപഥങ്ങളെ കർത്താൻ സമർപ്പിക്കാൻ പോവുകയാണ്. സഞ്ചാരപഥങ്ങൾ മാത്രമല്ല, നമ്മൾ കാലുകൊണ്ട് മാത്രമല്ല സഞ്ചരിക്കുന്നത്, നമ്മൾ ചിന്തകൾ കൊണ്ട് സഞ്ചരിക്കും. ആദ്യത്തെ സഞ്ചാരം തുടങ്ങുന്ന ചിന്ത കൊണ്ടാണ്. ഇപ്പം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറഞ്ഞത് കാലുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പോയത്. അല്ല, ആദ്യം ചിന്ത കൊണ്ടാണ് പോയത്. അപ്പം ചിന്ത കൊണ്ട് പോകുമ്പോൾ അതൊരു സഞ്ചാരമാണ്. അപ്പം അതുകൊണ്ട് അത് പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ മക്കളെ, കർത്താവേ, ഇന്നത്തെ എൻ്റെ ചിന്തകളെ അങ്ങ്
അങ്ങയുടെ തിരുമുറിവാർന്ന് വലത് കരത്താൽ സ്പർശിക്കണമേ. ആ ചിന്തകളെ അങ്ങ് അനുഗ്രഹീതമായ ചിന്തകളാക്കി മാറ്റുകയും എനിക്ക് പ്രയോജനപ്പെടാത്ത ചിന്തകളെ എൻ്റെ മനസ്സിൽ നിന്നും മാറ്റുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുക, ആദരവോടെ നിൽക്കുക. ഓരോ അച്ഛൻ പ്രാർത്ഥിക്കണം ആമേൻ ആമേൻ എന്ന് പറയണം. എന്ന് വെച്ചാൽ ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് സംഭവം. അപ്പോൾ കർത്താവ് മുൻനിർത്തിക്കൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിശ്വാസ പ്രഖ്യാപനമാണ് ആമേൻ. എൻ്റെ കർത്താവെ, അങ്ങയുടെ മക്കൾ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടി കർത്താവ്, ഞങ്ങൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറാൻ പോവുകയാണ്. കർത്താവ്, ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ ഇടയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ബോഡി മെയിൻ്റെനൻസ്, ശാരീരികമായ മുന്നോട്ട് പോകണതിന് എന്തെല്ലാം വേണം, വീട് വേണം, വിവാഹം വേണം, മക്കളെ വേണം, അതുപോലെ തന്നെ ജോലി വേണം, അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം. അതുകൊണ്ട് കർത്താവ്, ഇതൊക്കെ നിനക്ക് ആവശ്യമാണെന്നാണ് നീ പറഞ്ഞത്. മറ്റുള്ളവയെന്ന് കൂട്ടി നീ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ അനുഗ്രഹിക്കുന്ന വിഷയമാണെന്ന്. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ പരിധി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പരിധി, ഞാൻ കർത്താവിൻ്റെ ഒരു അഭിഷിക്തൻ, നിങ്ങളുടെ ശുശ്രൂഷകരെ, നിങ്ങളുടെ സങ്കടങ്ങളെ പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ കൃപാസനത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കർത്താവ്, ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ്, കരയിലും കടലിലും കൃപാസനത്തിൻ്റെ അഭിമുഖത്തിൽ നടന്നിട്ടുള്ള എല്ലാ ദൈവ ശുശ്രൂഷകളുടെ ഈടുവെപ്പിന് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ പോലും പറ്റണില്ല. അവരുടെ ജീവിത പരാജയങ്ങളും ആ പരാജയങ്ങളുടെ മനസ്സിൻ്റെ ഇടിച്ചിലും കാരണം അവർക്കൊരു സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പോലും വിളിക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയിലുള്ളവരെയും കർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കർത്താവ്, നീ പാതാളങ്ങളിൽ ഇറങ്ങിയെന്ന് പത്രോസ് പറയുന്നുള്ള കർത്താവ്, ഞങ്ങളുടെ ഹൃദയ തകർച്ചയുടെ പാതാളങ്ങളിലേക്ക് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഇറങ്ങണമേ കർത്താവ്. ഞങ്ങളുടെ തകർച്ചയുടെ പാതാളങ്ങളിലേക്ക് നീ ഇറങ്ങണമേ കർത്താവ്. ഈശോയെ, ഞങ്ങളുടെ തകർച്ചകളിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സുകൾ, നഷ്ടപ്പെട്ടു പോയ വിവാഹ കാര്യങ്ങൾ, ഡൈവേഴ്സിലാകപ്പെട്ടവർ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മരിച്ചുപോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ വെച്ച് മരിച്ചുപോയവർ, അബോഷം വന്ന് മരിച്ചുപോയവർ, അങ്ങനെ അവരെക്കുറിച്ചുള്ള വേദനകൾ, ഓർമ്മകൾ, ചെറുപ്പമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അമ്മമാരുടെ ദുഃഖങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാതാളങ്ങൾക്ക് ഇറങ്ങി അവരെ വീണ്ടെടുത്തതുപോലെ കർത്താവെ, അവരുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരശുദ്ധ മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുടി കൊഴിഞ്ഞു പോണത് പോലും കർത്താവ് ഒരു വേദനാജനകമായ അനുഭവമായി പെൺകുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പറയാറുമ്പോൾ ഞങ്ങൾക്കത് അങ്ങയുടെ ദിവസേന വെക്കേണ്ട വിഷയമായി തോന്നിയിട്ടുണ്ട്. ഈശോയെ, സോറിയാസിസ് ബാധിച്ചവരുണ്ട് ഈശോയെ. അതുപോലെ അവരുടെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, പണിയെടുക്കാൻ പറ്റാത്തവർ, അതിൻ്റെ പേരിൽ വീട്ടിൽ തന്നെ വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ള വരുമാനത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാനങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈശോ മനുഷ്യനെ അനുഭവിക്കുന്നത്. അതെല്ലാം കർത്താവ് കണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, അവരെല്ലാം കർത്താവ് സന്ധിക്കുന്നവർ കർത്താവ് സമാധാനത്തോടെ സന്ധിക്കാനും സമാധാനത്തോടെ അവർക്ക് അത് ചെയ്യാൻ സ്നേഹിക്കുന്നവരും, അതുപോലെ തന്നെ അത് ത്യാഗം ചെയ്യുന്നവർ കർത്താവ്, അതിൻ്റെ പേരിൽ ഒരു വമ്പ് പറയാതെ വീമ്പിളക്കാതെ കർത്താവ്, മറിച്ച് അത് അവർ മറ്റുള്ള മുമ്പിൽ ഞാനില്ലായിരുന്നേ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവത്തെ മറന്ന് സംസാരിക്കത്തില്ലേ. നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ദൈവത്തെ ചിന്തിക്കാമല്ലോ. അപ്പോൾ ദൈവത്തെ മറന്ന് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സഹായം ചെയ്യുന്നവരെ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ സന്ധിക്കുന്നവർ ദൈവത്തിൻ്റെ ഭയത്തോടുകൂടി വേണം ജീവിക്കാൻ. കാര്യം എന്താണ്? അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നിൻ്റെ നീ കൊടുക്കുന്ന സുവിശേഷ വേലയ്ക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ ഈ അത്താറിയിൽ നടന്ന 10,000 ആരാധന ശക്തി അത് നീങ്ങിപ്പോട്ട് നീശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധ സർവ്വേശ്വരൻ നീക്കുവാമേ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന്
6:33 എന്ന് പറയുന്ന എപ്പോഴും കേട്ടിട്ടുള്ള വചനമാണ് വായിക്കണത്. പക്ഷെ അർത്ഥം വേറെ ആയിരിക്കും. ഈ ദൈവജനത്തിൻ്റെ പ്രത്യേകത എന്നറിയുമോ? ദൈവജനം എല്ലാ ദിവസവും പുതിയ കുഞ്ഞുങ്ങളെ വചനം മാംസമായിക്കൊണ്ടിരിക്കും. വചനം മാംസമാകുക എന്നുള്ളത് അമ്മമാതായി മാത്രം സംഭവിച്ച ഒരു സംഭവമാണ്. പക്ഷേ ഇത് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതൊരു വചനമാണെങ്കിൽ ഈ വചനം ജനകോടികളിൽ കോടിക്കണക്കിന് അനുഭവങ്ങളായിട്ട് മാറുമ്പോഴും ഈ വചനം മാംസമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വചനത്തിൻ്റെ പുതിയ മനുഷ്യാവതാരത്തെ കേൾക്കാം. കൃപാസനത്തിൽ എപ്പോഴും സംഭവത്തത് വചനത്തിൻ്റെ പുതിയ മനുഷ്യാവതാരങ്ങളെയാണ് കേൾക്കുന്നത്. വെച്ചാൽ മനുഷ്യ ജീവിത ബന്ധിയായിട്ടുള്ള വചനത്തെയാണ് നമ്മൾ കൃപാസനത്തിൽ ദൈവം നമുക്ക് നൽകുന്നത്. ഇവിടെ കൂടെ 6:33 മത്തായി സുവിശേഷം. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്തറിയാവോ? അതായത് നമുക്ക് മറ്റുള്ളവ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണല്ല, മറ്റുള്ളവ എന്നും പറയുന്നൊരു സംഭവമുണ്ട്. മറ്റുള്ളവ, ബാക്കിയുള്ളത്. അപ്പം ജീവിതത്തിൽ ഒത്തിരി മറ്റുള്ളവയുണ്ടാവും. എന്താ കാര്യം? ഇപ്പം നമ്മൾ വിവാഹം കഴിപ്പിച്ചൊരു മാളെ വിട്ടു അല്ലേ? അപ്പം ഒരു വീടൊക്കെ വെച്ച് പറയുമ്പോൾ അവരെ കാണാൻ പോകുമ്പോൾ എന്താ അമ്മമാരെന്ന് പറയും, നാട്ടിലെ അമ്മമാരെന്ന് പറയും നല്ല വാതിൽ കാണാൻ പോകണം. എന്താ അർത്ഥം നമുക്കറിയില്ല. ആദ്യമായിട്ടൊരു കാണാൻ പോയിടാ സംഭവം. പിന്നെ ഗർഭിണിയായ അമ്മമാരാണെങ്കിൽ ബന്ധുക്കളൊക്കെ വയറ് കാണാൻ പോകണമെന്നൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ. കല്യാണം, അതായത് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവവചനം അഡ്രസ്സ് ചെയ്യണമെന്ന് നോക്കി. നമ്മൾ നിസ്സാരമാണെന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൽ മറ്റുള്ളത് ഒന്നും പറഞ്ഞ സംഭവമുണ്ട്. അതായത് റെസ്റ്റ് ഓഫ് ദി തിങ്സ്. Strive first for the kingdom of God. Strive first for the kingdom of God. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി എന്ന് പറയുന്നത് മുൻഗണനയാണ്. എന്താണ്? ദൈവത്തിന് മുൻഗണന കൊടുക്കണം. നിങ്ങൾ വയറ്റ് പിഴപ്പിന് മുൻഗണന കൊടുക്കുമ്പോഴാണ് സംഗതി നേരെ തലകീഴായി മറിയണത്. അപ്പോൾ ജീവിതം മറ്റുള്ളവ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നല്ല ഈശോ പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിന് മുൻഗണന കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും അതായത് ദൈവത്തിന് അതിൻ്റെ അകത്ത് മുൻഗണന കൊടുക്കണം. ഇപ്പം നമ്മൾ വീട് വെച്ചാൽ ഉടനെ വെഞ്ചരിപ്പിക്കും അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിക്കൊണ്ട് നേർച്ച കൊടുക്കുക. അതായത് ദൈവത്തിന് മുൻഗണന കൊടുക്കണം എന്നതിൻ്റെ അർത്ഥം നമ്മുടെ അധ്വാനത്തിന്. ഇപ്പം നമ്മുടെ കൈയൊക്കെ പൊങ്ങണമെങ്കിലും കർത്താവ് അനുഗ്രഹം ഉണ്ടായാലല്ലേ നമുക്ക് വല്ല അപകടങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ചില കണ്ണിൽ കൊണ്ടാണുള്ളത് പിരുകത്ത് കൊണ്ടുപോയതൊക്കെ പറയുന്നത് എന്താണ്? ദൈവാധീനം എന്നേ പറയത്തുള്ളൂ. ദൈവം രക്ഷിച്ചതാണ്. അപ്പം ദൈവ ഭയമുള്ളവന് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം ഉണ്ടാകാതെ വിനയത്തോടുകൂടി അവൻ്റെ എല്ലാ വീഴ്ച താഴ്ചകളെയും ഉയർച്ചകളെയും എല്ലാം ദൈവത്തെ കേന്ദ്രീകരിക്കും. അതിന് ആദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും അവർ തീരുമാനം എടുക്കുന്ന നവംബർ 11-ാം തീയതി തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കണം. എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാര്യം, ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എൻ്റെ കർത്താവേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്കൊത്തിരി ഒപ്പിടാനും ഓഫീസിൽ കയറാനൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ കർത്താവ് എന്ന് വെച്ചിട്ട് ഒരു സ്വർഗസ്ഥനായ വിധം മനസ്സിൽ ചെല്ലണം. അപ്പോൾ നമുക്കറിയാം ഓഫീസ് ജോലിയെല്ലാം ആദ്യം ദൈവത്തിൻ്റെ പേരിലാക്കി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുപോലെ എല്ലാ കാര്യം ചെയ്യണം. ആദ്യം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. ഓക്കെ, താങ്ക് യു. ജീവിതം ധന്യമായിത്തീർന്നിടും. അവർ പറയുന്നത് ചെയ്തിടുകിൽ. ജീവിതം ധന്യമായിത്തീർന്നിടും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മിക ജീവിതം ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ഒരു ആശയ ജീവിതമല്ല. ശരിക്കും ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ്. ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ മേഖലകളിലും, എല്ലാ വസ്തുതകളിലും, എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട്.
എന്നുവെച്ചാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ്സ്. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു ഇല്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? അങ്ങയുടെ തിരുമനസ്സ് പറഞ്ഞേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ്സ് നിറവേറുന്നതാണ് ദൈവരാജ്യം. ഉറപ്പല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറവേറിയില്ലെന്ന് നോക്കിയാൽ മതി. നമ്മൾ വീട്ടില്ലേ, നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം. എപ്പോഴും നമ്മൾ അതാണ് പറഞ്ഞത്, ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പോലെ സ്വഭാവമുള്ള, ഇപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും മനസ്സിലാക്കാൻ പറയും, മാതാവേ ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിൻ്റെ സ്വന്തം ബന്ധുവാണ്, കാരണം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ചിലപ്പോൾ 10 വയസ്സോട്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നേരെ കടകവിരുദ്ധം, ഇവൻ്റെ സ്വഭാവമല്ല, ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല, നേരെ കടകവിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത്. അപ്പോൾ അവനെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞെന്ന് പറയും. അപ്പം നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ, പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണം എന്ന് വിചാരിച്ചോ, അപ്പോൾ ദൈവരാജ്യമായി. പിടിയിട്ടില്ലേ? നിൻ്റെ മനസ്സല്ല ഇവിടെ നടക്കണത്. അയാൾ നിന്നെ മനസ്സിലാക്കണില്ല, നിന്നെ അംഗീകരിക്കണില്ല. അപ്പോൾ നീ പറയും നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിലൊക്കെ പറയും. അതൊക്കെ വലിയ ആനക്കാര്യമായിട്ട് നീ കെട്ടിയിടുന്ന് വിളിച്ചുകൊണ്ട് നടക്കും, മനസ്സിൽ നടക്കും. എന്ന് പറയും ദൈവമേ അവനൊക്കെ എത്ര പേരിൻ്റെ പുറകെ നടന്നാണ് അവസാനം ഈ കാലമാടകളിൽ കെട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെത്തായിരുന്നു പറയണതാണ്. സ്വരത്തിൽ പറഞ്ഞാൽ ചില പണപ്പലുണ്ടാകത്തില്ല, അതിന് പറയത്തില്ല നമ്മൾ. കാര്യം ഫസ്റ്റ് പാട്ടിനല്ലേ നമ്മൾ കിട്ടിയിരിക്കണത്. അവിടെ പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും തരുമിസ് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. മനസ്സിലായി? നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. കാര്യം എന്താണ്? നിങ്ങളുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച ആളെ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം? ഇത് നമ്മൾ അംഗീകരിക്കാത്തോളം, ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്തോളം കാലം ഇതിന് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ അതൊക്കെയാണ് പറയണത്. അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോഴുള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അംഗീകരിക്കണില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ? കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്, കൃപയുടെ അലോട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് അംഗീകരിക്കണില്ല. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് പറഞ്ഞാൽ നന്നാകത്തില്ല. എന്താ കാരണം? നിങ്ങൾ നന്നാകണമെന്ന് പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു ചെറുക്കനെ പോലെ ഇവനാകണമെന്നാണ് പറയണത്. അത് ദൈവം ആക്കി കൊടുക്കണമെന്നാണ് പറയണത്. പെണ്ണുങ്ങളുടെ മണ്ടത്തരങ്ങൾ ഭയങ്കര കഷ്ടമാണ്. മനസ്സിലായി? നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ കെട്ടിയ ചെറുക്കനാകണം, കെട്ടിയ പെണ്ണാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയണത്, അതായത് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാട്, നല്ല പാട്ടാണ്. സകലമംഗീകാരാധന മത്തായി 20:22. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല.
അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ദൈവരാജ്യമല്ല ചോദിക്കണത്, ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിലൂടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്താണ് കാര്യം? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവിൽ നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീതിയും ദൈവരാജ്യം ഭക്ഷണവും പാനീയവും 14-17 എടുത്ത് 14-17 റോമ 14:17 റോമ 14:17 ദൈവരാജ്യം എന്നാൽ പറഞ്ഞ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. ഭക്ഷണവും പാനീയവും എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത്. ഞാൻ ആശിച്ച ചെറുക്കൻ, ആശിച്ച വീട്, ആശിച്ച കാറ്, അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക്. നീ ആഗ്രഹിക്കണമല്ലെന്ന് മനസ്സിലായില്ലേ? അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര്. നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, അതാണ് എൻ്റെ അത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദിമസഭയോട് പറയണത് ദൈവരാജ്യം 14:17 റോമ എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകും. ലോകരാജ്യത്തിനില്ലാത്തത്, ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ്. ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി, അല്ലെ പെണ്ണിനെ കിട്ടി, ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി, ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി, അപ്പം നിനക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം എന്ത് സന്തോഷമാണ്? ലോക സന്തോഷമാണ്. ലോക സന്തോഷത്തിനുള്ള കുഴപ്പം എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലത്. അത് നിന്നെ പഠിച്ചതിലും നിനക്ക് ജീവിക്കാനൊരു മാർഗമായല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. എന്താ? നിങ്ങളുടെ സന്തോഷം പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയും, അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല. ജോലി തന്ന ദൈവത്തിൻ്റെ പാരയും പണിതുകൊണ്ട് വീട്ടിലിരിക്കുകയും. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഈശോ പറയത്തില്ലേ? മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭാര്യ, നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ പലരും ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് ഇല്ലാത്ത അമ്മയ്ക്ക്, വെറുതെ പയറ് പോലെ നടക്കുന്ന അമ്മയ്ക്ക് തറവാദമാണെന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത്. അതൊന്നും ദൈവരാജ്യമല്ല, ലോകരാജ്യമല്ലേ? ജോലി ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഇപ്പോൾ നിങ്ങൾ യൂണിയൻകാർക്ക് 50,000 രൂപ കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്. വെറുതെ പയർ പോലെ നടക്കണം, അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം. കള്ളനുണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി, കള്ളനുണ പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കണ എങ്ങനെയാണ്? ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്ക് പോകണില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകുമെന്നാണ്. അതാ മനുഷ്യരുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നു. ടെക്തപടപ്പം 2:24 യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അത് ദൈവരാജ്യത്തിലാണാ ജീവിക്കണത്, ലോകരാജ്യത്തിലാണെന്നാ ചോദിക്കണത്. 25 വായിച്ചു. 2:25 മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അതാണ്. മനുഷ്യരെ കുറിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ളത്തരാണെന്ന് നമുക്കറിയാം.
മനുഷ്യരെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? 2:25 എന്താ പറയുക? മനുഷ്യനിലുള്ളത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം, ആരുടെയും സർട്ടിഫിക്കറ്റ് അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ കാര്യം കാണാൻ വേണ്ടി പിശാചിന്റെ കാലം പിടിക്കും. അവൻ ദൈവത്തിന്റെ കാലം പിടിച്ചോണ്ടിരിക്കണായിരിക്കും, പക്ഷെ കാര്യം കാണാൻ വേണ്ടി അവൻ വേണ്ടി വന്നാൽ പിശാചിന്റെ കാലം പിടിക്കും. അതാണ് മനുഷ്യനുള്ളത്. നിങ്ങൾ ചിന്തിക്കണേ, ഉടമ്പടിക്കാരൊന്ന് ചിന്തിക്കണം. ആളുടെ കാലിലാണ് പിടിച്ചിരിക്കണം നോക്കണം. ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊന്ന് നോക്കിയേക്കണം. ദൈവത്തിൻ്റെ കാലിലാണോ പിശാചിൻ്റെ കാലിലാണോ നോക്കിയേക്കണം. കാര്യം പുള്ളിക്കാരനെല്ലാം സ്കാൻ ചെയ്തേ എടുക്കത്തുള്ളൂ. ഈ അഭ്യാസം ഒന്നും അവിടെ നടക്കത്തില്ല. ജെയ്സൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഞാൻ ശ്രങ്കൻ വിസായ്ക്ക് ശ്രങ്കം വിസായ്ക്ക് ഞാൻ ഒത്തിരിയേറെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്തിരുന്നു 12 കൊല്ലം മുമ്പ്. ഇപ്പം എന്താ സങ്കടം, അത് മുഴുവൻ കള്ളത്തരമായിരുന്നു അയച്ചു കൊടുത്തതെല്ലാം. സംഘം വിസക്ക് അയച്ചു കൊടുത്ത് ചില ആൾക്കാർ എന്നാ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ചെല്ലാൻ വേണ്ടി ഇപ്പം ഫാമിലി ആയിട്ടൊരു സാക്ഷി അങ്ങനെ ഉണ്ടായിരുന്നു. ഫാമിലി ആണെങ്കിൽ അവിടെ എടുക്കത്തില്ല, അതുകൊണ്ട് ഫാമിലി അല്ലെന്നാക്കാതെ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഒരുത്തൻ ഡൈവേഴ്സ് ആയ പിന്നെ പ്രശ്നമില്ലല്ല. നിയമപരമായിട്ട് ഡൈവേഴ്സ്ഡാണ്. സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ്, അമേരിക്കനെ പറ്റിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരാൾ പോയി ന്യൂയോർക്കിലും വാഷിങ്ടണിലും പിന്നീട് അവർ അടുത്തടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ്. കാര്യം ഡൈവേഴ്സ്ഡ് ആണെന്ന് പേപ്പറിലേ ഉള്ളൂ, അവരൊരുമിച്ചാണ് ജീവിക്കണത്. പോലീസിന് ഈ പേപ്പർ തിരക്കി നടക്കാൻ പറ്റുമോ? പക്ഷേ പോലീസിനെ പറ്റിക്കാം, പക്ഷേ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് വളരെ ഇങ്ങനെ പ്രാർത്ഥന മൊത്തം തകിടം പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് ഇതിൻ്റെ ഒരു ബ്ലോക്കിംഗ് തന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നം. ദൈവരാജ്യത്തിൽ നിന്ന് മനുഷ്യൻ ലോകരാജ്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ബ്ലോക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഞങ്ങളെ, അത് ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. ഒരു ഡോക്ടർ വെളുപ്പിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ കുഞ്ഞിന്, എൻ്റെ പേരക്കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അവൻ സംസാരിക്കണില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങൾക്ക് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അവർക്കത്ര പ്രായമൊന്നുമില്ല, നല്ല പയറുപോലെ നടക്കുന്ന മനുഷ്യരാണ്, ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ പുതിയ വല്ല പ്രാർത്ഥന ഉണ്ടാന്ന് ചോദിച്ചു. എന്താണ് ഈ മകനെ സംസാരിപ്പിച്ചെടുക്കാൻ പറ്റിയ പുതിയ പ്രാർത്ഥന വല്ല ഉണ്ടാന്ന്? പുതിയതായാലും പഴയതായാലും നിത്യനൂതനമായിട്ടുള്ള ചിരപുരാതനമായിട്ടുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനെ വെട്ടാൻ ഇനി പ്രാർത്ഥനയില്ല. കാര്യം എന്താണ്? ദൈവം തന്നെ എഴുതിയ പ്രാർത്ഥനയാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനെ അറിഞ്ഞുപിടിച്ച് പ്രാർത്ഥിക്കണം. ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ഞങ്ങൾക്ക് ആവശ്യമായ പാപത്തിൽ വീഴാതെ ശക്തിയും സാമ്രാജ്യവും അല്ല, ഇതിൻ്റെ അകത്തൊരു മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അന്വേഷിക്കണത് എന്താണ്? ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ച് കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ്? അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിടികിട്ടിയ? അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു,
ദൈവത്തിൻ്റെ വചനം. നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ കൂടെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും. പക്ഷേ ചെയ്യില്ലെന്ന ആളും ചെയ്യുന്ന ആളും ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ദൈവരാജ്യത്തിലായിരിക്കണം. അതാണ് വിഷയം. ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിലായിരിക്കണം. ഇപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അനുപേക്ഷിതമായിട്ട് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ടിയ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും. എന്താ കാര്യം? ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകണമാണ് പരിശുദ്ധാത്മാ സന്തോഷം. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിങ്ങളുടെ സന്തോഷിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷം എന്ന് പറയുന്നത്. വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും. പരിശുദ്ധാത്മാവിന് സന്തോഷം. എലിസബത്തിനെ കണ്ടപ്പോൾ മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമ്പോൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദം. ടേക്ക് 2 ബൈറ്റ്സ്. താങ്ക് യു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:44 ഇതാ നിന്റെ അഭിവാദന സ്വരം, നിന്റെ മറിയത്തിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ തന്നെ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്താ കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ്. ഒരു ഉടമ്പടിയെ കണ്ടപ്പോൾ ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചത്. ഉടമ്പടി കൈയും കാലും വെച്ച ആരാണ്? കക്ഷി, നമ്മളാള്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ ആര് കണ്ടു? എലിസബത്ത് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതാണ് വിഷയം. ആരെയാണ് എലിസബത്ത് കണ്ടത്? മറിയത്തെ. മറിയം എന്താണ്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതായത് കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ. 2 തരം. നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ, ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്നു. അപ്പോൾ പറയാം, എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ഇല്ല. പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആൾക്കാരെ കയറ്റണം ഭയങ്കര പാടാണ്. ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി ഇല്ല. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി ഒരു ആശുപത്രി കണ്ടിട്ട് ഇവർ കണ്ടിട്ടും തീരണില്ല രോഗികളെ. എന്താണ്? കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് ആദ്യം കാണുന്ന ആൾക്കാരാണ്. ആദ്യം കാണുകയും കയ്യിലുള്ള സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വല്ലാത്ത പരിശുദ്ധാത്മാവ് നിറയണമാണ്. എന്താ കാര്യം? അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണേ. അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ്. എന്താണ്? അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ട് സന്തോഷിക്കാനാണ്. ശ്രദ്ധിക്കട്ടെ, കൈയടിക്കട്ടെ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ
ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ.